നമസ്കാരം, ഞാൻ ഡോക്ടർ ലീന ചന്ദ്രൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പൈലോനൈഡൽ സൈനസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ LLC ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റ് സർജനായ ഡോക്ടർ ആന്റണി ചാക്കോ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഈ പൈലോനൈഡൽ സൈനസ് എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇത് മനുഷ്യന്റെ പ്രത്യേക ശരീരഭാഗങ്ങളിൽ കാണുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇതിന് രോമക്കുരു എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. ചില കാരണങ്ങളാൽ നമ്മുടെ തൊലിയുടെ താഴെ ഭാഗത്ത്, അതായത് കൊഴുപ്പ് ഭാഗത്ത് ചെറിയ രോമക്കുഴികൾ ഉണ്ടാവുകയും അതിൽ രോമങ്ങൾ തടസ്സം സൃഷ്ടിച്ച് അതിൽ ഇൻഫെക്ഷൻ വരികയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണിത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ രോമക്കുരു അഥവാ പൈലോനൈഡൽ സൈനസ് ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മാത്രമല്ല, ഇത് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ഈ അസുഖം കാണപ്പെടുന്നു? ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി പറഞ്ഞു തരും. നമ്മുടെ ശരീരത്തിലെ ഇടുക്ക് ഭാഗങ്ങളിൽ, അതായത് രണ്ട് ബട്ടക്സിൻ്റെയും നടുക്ക് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അത് കാണപ്പെടുന്നു. സ്ത്രീകളിൽ ബ്രസ്റ്റിൻ്റെ രണ്ട് നടുക്ക് ഭാഗത്തായിട്ട് ഇത് കാണപ്പെടാറുണ്ട്. പല ആൾക്കാർക്കും ഇത് പൊക്കിളിൻ്റെ അകത്തും ഇതേപോലെയുള്ളൊരു രോഗാവസ്ഥ കാണപ്പെടാറുണ്ട്. ഇതിന് പ്രത്യേകമായ ഒരു കാരണം ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. പക്ഷേ അമിതവണ്ണം, പ്യൂബർട്ടി, അതായത് നമ്മുടെ ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന വ്യതിയാനങ്ങളിലൂടെയും പിന്നെ ഒരുപാട് നേരം ഇരുത്തമുള്ള ജോലി, അതായത് ഡ്രൈവർമാരാവാം, അക്കൗണ്ടൻസ് ആവാം, ദീർഘനേരം ഇരുന്നിട്ടുള്ള ജോലികൾ, പ്രത്യേകിച്ച് വെയിലത്ത് ഉണ്ടാകുന്ന ജോലികളാണ് ഇതിൻ്റെ പ്രധാനമായ കാരണങ്ങളിൽ കണക്കാക്കപ്പെടുന്നത്. തുടക്കത്തിലുണ്ടാകുന്ന ചെറിയ ചൊറിച്ചിൽ, ഇല്ലെങ്കിൽ ചെറിയ വേദന, ഇല്ലെങ്കിൽ രക്തം പോവുകയോ ചെറുതായിട്ട് പഴുപ്പ് പോവുകയാണ് ഈ പൈലോനൈഡൽ സൈനസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ കാണാറുണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ഈ പൈലോനൈഡൽ സൈനസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ആവുകയും അതിൽ പഴുപ്പും ചലവും ചിലപ്പോൾ ഉള്ളിലുണ്ടാവുന്ന രോമങ്ങളും ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ, പഴുപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ അസഹനീയമായ വേദനയും നമുക്ക് കടുത്ത പനിയും, ഇതേപോലെ അവിടെ നല്ല തൊടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യാറുണ്ട്. ആ സമയത്ത് പേഷ്യൻസിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും ആ സമയത്ത് മാത്രമാണ് ഡോക്ടർമാരെ കാണാറുള്ളത്. ഡോക്ടർ, ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞു. ഈ പെട്ടെന്നുണ്ടാകുന്ന വേദന വരുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇവർക്ക് ചികിത്സാ രീതികൾ എന്തൊക്കെയായിരിക്കും? അതെ, ഈ പൈലോനൈഡൽ സൈനസ്